സോ ഗൈസ്, വീണ്ടും കുറേ നാളത്തേക്ക് ശേഷം വീണ്ടും കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മാത്സിലെ ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ബൈസെക്ഷന്, അതുപോലെ ഫോൾസി മെത്തേഡ്, ന്യൂട്ടൺ റാവ്സൺ മെത്തേഡ്, ഇറ്ററേഷൻ മെത്തേഡ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നതാണ്. സോ നമുക്ക് ഗൈസ്, ബൈസെക്ഷൻ മെത്തേഡ്. ഇപ്പം നിങ്ങൾക്ക് ബി പാർട്ടിലോ സി പാർട്ടിലോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുവാണ്. അപ്പം ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനാണ്. റൂട്ട് എന്ന് പറയുമ്പം എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ ബൈസെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒന്നെങ്കിൽ ക്വസ്റ്റ്യനകത്ത് ഇൻ്റർവെല് തരും, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവെല് കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻ്റർവെല് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് വഴി. നമ്മളപ്പം ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എടുത്തെഴുതിയിട്ട് എന്ത് ചെയ്തു, നമുക്ക് ലിമിറ്റ്സ് കണ്ടുപിടിക്കണം, എയും ബിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്തു. 0, 1, 2, 3 ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, F(2) ചെയ്തപ്പോൾ -1ഉം F(3) ചെയ്തപ്പോൾ 16 കിട്ടി. അതായത് നെഗറ്റീവ് വാല്യൂയും കിട്ടി, പോസിറ്റീവ് വാല്യൂയും കിട്ടി, അടുത്തടുത്ത നമ്പറിൽ. അപ്പോൾ നമ്മുടെ എയും ബിയും 2ഉം 3ഉം ആയിരിക്കും. അപ്പോൾ നമ്മുടെ A = 2ഉം കിട്ടി, B = 3ഉം കിട്ടി. സ്റ്റെപ്പ് 1 കംപ്ലീറ്റഡ്. അടുത്ത സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പം XR = A + B/2, അതായത് ആവറേജ് അത് കാണുക. അതാണ് 3 എന്ന് പറയുമ്പം F(x)R കാണുക. അതായത് ഇവിടെ ആവറേജ് കാണുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ, ആ വാല്യൂ നമ്മൾ ഈ F(h)ൽ ഇട്ട് കൊടുക്കുക. കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് എയിലോട്ട് പോകും. ഏത് XRൻ്റെ വാല്യൂ എയിലോട്ട് പോകും. F(x)ൽ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഈ വാല്യൂ ഇങ്ങോട്ട് പോകും, എയിൽ പോകും. ഉറപ്പാണല്ലോ? ഉറപ്പിച്ചു. ഇനിയും F(x)R ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മുടെ ഈ XRൻ്റെ വാല്യൂ ബിയിലോട്ട് പോകും, XRൻ്റെ വാല്യൂ ബിയിലോട്ട് പോകും. അതെന്നെ അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ F(a) കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ്, F(b) കണ്ടുപിടിച്ച് കഴിയുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ നമ്മളിവിടെ F(x)R ചെയ്തപ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഈ XR എന്ന് പറയുന്നത് എന്തായിരിക്കും, എ ആയിരിക്കും. F(x)R പോസിറ്റീവ് ആണെങ്കിൽ F(b) എന്ന് പറയുന്നതും പോസിറ്റീവ് ആണെങ്കിൽ ബിയുടെ വാല്യൂ ആണ് XR. അങ്ങനെയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് 10 12 തവണ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ബൈസെക്ഷൻ മെത്തേഡ്. എവിടെ വെച്ച് ഫിനിഷ് ചെയ്യുമെന്ന് നമുക്ക് വഴിയെ പറയാം. അപ്പം ഞാൻ എൻ്റെ ഈ പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടി ഞാനിവിടെ ടേബിൾ വരച്ചിട്ടുണ്ട്. എ ബിയും എന്ന ഇൻ്റർവെൽ 2ഉം 3ഉം നമുക്ക് കിട്ടി. അതിൻ്റെ ആവറേജ് 2.5, അതായത് XRൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഈ XRൻ്റെ വാല്യൂ നമ്മൾ F(x)R ഇട്ട് കൊടുക്കുന്നു, ഈ വാല്യൂ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആയതിനാൽ നമ്മൾ ഈ 2.5 എന്ന് പറഞ്ഞ വാല്യൂ ബിയിലിട്ട് കൊടുക്കുന്നു. എയുടെ വാല്യൂ നമ്മൾ താഴോട്ട് ഇറക്കി എഴുതുന്നു. എന്നിട്ട് ഇതേ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, എയുടെയും ബിയുടെ ആവറേജ് കാണുന്നു, F(h)R ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് ഈ പ്രോസസ്സ് അങ്ങ് നടത്താം. സോ ഗൈസ്, നമ്മളിവിടെ ചെയ്ത് അവസാനം ഇവിടെ 3 സ്ഥാനവും 0 വന്നു. ഇവിടെ നമ്മൾ നോക്കിയറിയാം, കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രസ് ചെയ്ത് വരുമ്പം ഇവിടുത്തെ സീറോസിൻ്റെ എണ്ണം കൂടി വരും. നമുക്കിവിടെ 3 0 മതി. 12 സ്റ്റെപ്പ് എങ്ങാണ്ടാ ചെയ്തത് ഞാൻ. അപ്പം നമ്മുടെ എക്സാക്റ്റ് എക്സിൻ്റെ റൂട്ട് ഈ വാല്യൂ ആണ് 2.09447. അത്രയേ ഉള്ളൂ ബൈസെക്ഷൻ മെത്തേഡ്. സോ നെക്സ്റ്റ് മെത്തേഡ്, റെഗുലർ ഫോൾസി മെത്തേഡ്. ബൈസെക്ഷൻ മെത്തേഡ് നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്, എയും ബിയും കണ്ടുപിടിക്കുന്നു. പിന്നെ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുമ്പം ഈ XRല്ലേ, അതിൻ്റെ മാത്രമേ വ്യത്യാസമുള്ളൂ. ബൈസെക്ഷൻ മെത്തേഡിൽ നമ്മൾ ഈ XRന് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ആവറേജ് എടുത്താണ്, എയുടെയും ബിയുടെയും ആവറേജ് എടുത്താണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എ ആദ്യം കണ്ടുപിടിക്കുന്നു, അത് കഴിഞ്ഞ് അത് F(h) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം.
അതുപോലെ ബി കണ്ടുപിടിക്കുന്നു. ആ ബി വാല്യൂ നമ്മൾ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിൻ്റെ വാല്യൂയും കണ്ടുപിടിക്കുന്നു. എക്സ് ആർ എന്ന് പറയുമ്പോൾ എക്സ് ആർ കണ്ടുപിടിക്കാൻ എ എഫ് ഓഫ് ബി മൈനസ് ബി എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ബാക്കിയെല്ലാം കഴിഞ്ഞ മെത്തേഡിലെ പോലെ, ബൈസെക്ഷൻ മെത്തേഡിലെ പോലെ തന്നെ സെയിം സംഭവം. അപ്പം ഇന്ന് 2 മെത്തേഡാണ് പറഞ്ഞത്. പരീക്ഷ 17-ാം തീയതിയാണല്ലോ. സോ പറ്റുന്ന അത്രയും ടോപ്പിക്സ് നമുക്ക് എടുക്കാൻ നോക്കാം. ഓക്കെ.